In this video, we will look on the different types of coagulants. The names were specified in the previous lecture. നമ്മുടെ ഏറ്റവും കോമൺ കോയാഗുലൻ്റ് അലുമിനിയം സൾഫേറ്റ് അല്ലെങ്കിൽ ആലമാണ്. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ ആൻഡ് യൂണിവേഴ്സൽ കോയാഗുലൻ്റ്. കെമിക്കൽ കോമ്പോസിഷൻ is given as Cl2SO4 thrice rotating H2O. ഇന്ന് ഫ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാട്ടറിനകത്ത് ആൽക്കലിനിറ്റി പ്രസൻസ് വേണം. പിന്നെ pH റേഞ്ച് 6.5 to 8.5 റേഞ്ച് വർക്ക് ചെയ്യും. നമ്മുടെ കൊടുക്കുന്ന ആലത്തിൻ്റെ എമൗണ്ട് ഡോസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്യൂബിലിറ്റി, കളർ, ടേസ്റ്റ്, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ആലമിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് ഓർഡറിലൂടെ ഈ പറഞ്ഞ ആലം റിമൂവ് ചെയ്യും. പിന്നെ ആലം ഇസ് ചീപ്പ് ആൻഡ് പ്രൊഡ്യൂസസ് ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. ഇത്രയൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളതാണ് നമ്മൾ യൂഷ്വലി ആലം നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, അതായത് മോസ്റ്റ് കോമൺ ആൻഡ് യൂണിവേഴ്സൽ കോയാഗുലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കോയാഗുലൻസിനകത്ത് എല്ലാത്തിൻ്റെയും പേരൊന്ന് പഠിക്കുക. നമുക്ക് ജസ്റ്റ് എഴുതാൻ വേണ്ടി 4-5 പോയിന്റ് ഓരോന്നിൻ്റെയും കണ്ടിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്ലോറിനേറ്റഡ് കോപ്പറാസ്. അപ്പം ഇതിൻ്റെ ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രേറ്റഡ് ഫെറസ് സൾഫേറ്റ് FeSO4.7H2O ഇതിനെയാണ് നമ്മൾ യൂഷ്വലി കോപ്പറാസ് എന്ന് പറയുന്നത്. ആ ഒരു സബ്സ്റ്റൻസിന് ഹൈ സൊല്യൂബിലിറ്റി ഇൻ ദ യൂഷ്വൽ pH റേഞ്ച് ആണ്. അതുകൊണ്ട് ആദ്യം നമ്മളതിനെ ഓക്സിഡൈസ് ചെയ്ത് ഫെറിക് സൾഫേറ്റും ഫെറിക് ക്ലോറൈഡും ആക്കും. ഈ ഫെറിക് സൾഫേറ്റ് ആൻഡ് ഫെറിക് ക്ലോറൈഡ് ഉണ്ടായതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്ലോറിനേറ്റഡ് കോപ്പറാസ് എന്ന് പറയുന്നത്. അത് ഇഫക്റ്റീവ് ഇൻ റിമൂവിങ് കളർ ഓൾസോ. ഓക്കെ, അപ്പം ക്ലോറിനേറ്റഡ് കോപ്പറാസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ജസ്റ്റ് നോക്കിയിരിക്കുക. അടുത്ത വൺ ഫെറസ് സൾഫേറ്റ് ആൻഡ് ലൈം. അപ്പം ഫെറസ് ഹൈഡ്രോക്സൈഡ് ഈസ് ഫോം ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഫെറസ് സൾഫേറ്റ് ആൻഡ് ലൈം. ഓക്കെ, അപ്പം നമ്മുടെ ഫെറസ് ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്ന ഈ പറഞ്ഞ തൊട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഫെറസ് സൾഫേറ്റ് ലൈമിൻ്റെ റിയാക്ഷൻ വെച്ചാണ് ഈ പറഞ്ഞ ഫെറസ് ഹൈഡ്രോക്സൈഡ് ഒരു എഫിഷ്യൻറ്റ് ഫ്ലോക്ക് ആണ്. പക്ഷേങ്കിൽ വാട്ടറിൽ ഡിസോൾവ് ഓക്സിജൻ്റെ പ്രസൻസിൽ ഗെറ്റ്സ് ഓക്സിഡൈസ്ഡ് ആൻഡ് അവിടെ നിന്നാണ് ഫെറിക് ഹൈഡ്രോക്സൈഡ് കിട്ടുന്നത്. ഈ ഫെറിക് ഹൈഡ്രോക്സൈഡ് നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ഫ്ലോക്ക് ഉണ്ടാക്കാൻ ചാൻസ് തരുന്ന ഒരു കോയാഗുലൻ്റ് ആണ്. അതിൻ്റെ റേഞ്ച് 8.5 and above ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ആ ഒരു എങ്ങനെ ഈ പറഞ്ഞ നമ്മുടെ ഓരോ ഡോസേജ് ഓഫ് കോയാഗുലൻസും ഫൈനലി ഇപ്പം ഓക്സിഡൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ് സംഭവിച്ചാണെന്ന് പറഞ്ഞ അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഒരു നമ്മുടെ വാട്ടറിനകത്ത് സെഡിമെൻറ്റേഷനിലേക്ക് കോയാഗുലേഷൻ ചെയ്തിട്ട് സെഡിമെൻറ്റേഷനിലേക്ക് എത്തുന്നു ഓർത്തിരിക്കുക. അടുത്ത മാഗ്നീഷ്യം കാർബണേറ്റ് ആൻഡ് ലൈം. ഓക്കെ, അപ്പം ഈ മാഗ്നീഷ്യം കാർബണേറ്റ് ലൈം കൊണ്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേനും സംഭവിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് കാൽഷ്യം കാർബണേറ്റ്. അത് കിട്ടും. ഇപ്പോൾ ഇത് രണ്ടും ഈ പറഞ്ഞ വാട്ടറിൽ സോൾബിൾ ആണ്. അപ്പം ഫൈനലി വി ഗെറ്റ് ദ സ്ലഡ്ജ് ഇൻ എ സ്ലറി ഫോം ആണ്. പക്ഷേ സ്ലറി ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലോക്ക് ഫോർമേഷൻ വലിയ മെച്ചമില്ല. അതുകൊണ്ട് അത് വലിയ ഉപയോഗം ഇല്ല. പക്ഷേങ്കിൽ അവരെ നമുക്ക് ഓർഗാനിക് കളർ, അയൺ, മാഗ്നീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പോളി ഇലക്ട്രോലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൈ മോളിക്കുലർ വെയിറ്റ് വാട്ടർ സോൾബിൾ പോളിമേഴ്സ് ആണ്. അവരുടെ ആനയോണിക്, കാറ്റയോണിക് ആൻഡ് നോൺ അയോണിക് ഡിപ്പെൻഡ് അപ്പോൾ ചാർജ് ദി ക്യാരി നമ്മളങ്ങനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പം അതിനകത്ത് തന്നെ കാറ്റയോണിക് നമുക്ക് ഒറ്റയ്ക്ക് ഉപയോഗിക്കാം, ഇൻഡിപെൻഡൻ്റ് ഉപയോഗിക്കാം. നമ്മുടെ ആനയോണിക്കും നോൺ അയോണിക്കും നമ്മൾ ആലത്തിൻ്റെ കൂടെ ഒരു കോയാഗുലൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. യൂഷ്വൽ ഡോസേജ് 1 parts per million ആണ് ഇതിൻ്റെ യൂഷ്വൽ പോളി ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഡോസേജ്. സോഡിയം അലുമിനേറ്റ്, ഇതിൻ്റെ കോമ്പോസിഷൻ Na2Al2O4 ആണ്. ഹൈ കോസ്റ്റ് ആണ്. അപ്പം ഇത് വെച്ച് നമുക്ക് രണ്ടും, അതായത് ടെമ്പററി ആൻഡ് പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റീവ് റേഞ്ച് 6.6 to 8.5 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മേജർ കോയാഗുലൻസിൻ്റെ പേരുകൾ. അപ്പം ഏറ്റവും ആദ്യത്തെ ആലമിനാണ് മോസ്റ്റ് കോമൺ ആൻഡ് യൂണിവേഴ്സൽ കോയാഗുലൻ്റ്. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എഴുതാൻ വേണ്ടി 1-2 പോയിന്റ് പഠിക്കുക അതിനകത്ത്. ഓക്കെ,
ഇനിയിപ്പം നമ്മുടെ ആലം ഇൻ കമ്പാരിസൺ വിത്ത് ഇപ്പം പറഞ്ഞ അയൺ സോൾട്സ് പലതും ഫീ ഉണ്ട് പലതിനകത്ത്. അപ്പം നമ്മൾ ഈ ആലത്തെയും ഈ പറഞ്ഞ ബാക്കിയുള്ള അയൺ സോൾട്സിൻ്റെ കോയഗുലൻസിൻ്റെ ഒരു കോമ്പിനേഷനോട് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും അതിനൊന്ന് കമ്പയർ ചെയ്യുകയാണ്. ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ പ്രത്യേകം എഴുതിപ്പിക്കുന്നത്. ഒരു 8 പോയിന്റ്സ് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി തന്നെ മനസ്സിലാവും. അതും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, iron salts produce heavy flocks due to which more suspended matter is removed than with alum. ആലം ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഹെവി ഫ്ലോക്സ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഈ അയണിൻ്റെ സോൾട്സ് ഉണ്ടാക്കും. മുകളിൽ സസ്പെൻഡ് മാറ്റർ റിമൂവ് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പം പിന്നെ സെക്കൻഡ് പോയിന്റ്, the time required for flock formation and settling using iron salts is very much less, hence retention time is reduced. Okay, അപ്പം നമുക്ക് ഫ്ലോക്ക് ഫോർമേഷൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സെഡിമെന്റേഷൻ ടാങ്കിനകത്ത് ഒത്തിരി നേരം ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു സമയം കൂടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ ഈ പറഞ്ഞ പോലെ ഇത് സെറ്റിൽ ആവുന്നു. പക്ഷേ ഫ്ലോക്ക് ഫോർമേഷൻ പെട്ടെന്നാവുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം നമുക്ക് ആവശ്യമില്ല. ആ രീതിയിൽ നമുക്ക് പറയാം. പിന്നെ ഒരു വൈഡ് റേഞ്ച് ഓഫ് പി എച്ചിനകത്ത് ഈ കോയാഗുലേഷൻ അയൺ സോൾട്ട് ഇഫക്റ്റീവ് ആണ്. ആലം അത്രയും റേഞ്ച് ഇല്ല, പക്ഷേ അയൺ സോൾട്സിൻ്റെ വെച്ചുള്ള നമ്മുടെ കോയാഗുലൻസിന് ഒരു ഇഫക്റ്റീവ് ഫോർ എ വൈഡ് റേഞ്ച് ഓഫ് പി എച്ച്. ഈ അയൺ സോൾട്സ് വെച്ച് നമുക്ക് ഹൈഡ്രജൻ സൾഫൈഡ് ടേസ്റ്റ് ഓർഡറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ആലത്തിൽ ഉണ്ടാകുന്ന പോലെ ഒരു ഫോർമേഷൻ ഓഫ് മഡ് ബോൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. മഡ് ബോൾസ്, അപ്പം there is a decreased tendency towards the formation of mud balls with iron salts as compared with alum. അപ്പം നമ്മുടെ വാട്ടറിനകത്തുള്ള മഡ് പാർട്ടിക്കിൾസ് വെച്ച് മഡ് ബോൾസ് ഉണ്ടാകാനുള്ള ഓപ്ഷൻ നമുക്ക് there is a decreased tendency with iron salts. ആലം ഉപയോഗിക്കുമ്പം ആ ഒരു ടെൻഡൻസി കൂടുതലാണ്, പക്ഷേ അയൺ സോൾട്സ് ഉപയോഗിക്കുന്നതിന് മഡ് ബോൾസ് എന്നൊരു ഓപ്ഷൻ കുറവാണ്. ഇനിയിപ്പം ചില കണ്ടീഷൻസിൽ നമ്മുടെ ആലത്തെക്കാട്ടും എക്കണോമിക്കൽ നമ്മുടെ അയൺ സോൾട്സ് ആണ്, അയൺ വെച്ചുള്ള കോയാഗുലൻസ്. ഓക്കെ, പിന്നെ കൊറോസിനസ് പറ്റി പറയുകയാണെങ്കിൽ കൊറോഷൻ കോസ് ചെയ്യുന്നത് അയൺ സോൾട്സ് കുറച്ച് കൂടുതലാണ്. അയൺ സോൾട്സ് ഇമ്പാർട്ട് കൊറോസിനസ് ടു വാട്ടർ മോർ ദാൻ ദാറ്റ് ഈസ് ഇമ്പാർട്ടഡ് ബൈ ദ ആലം. ആലത്തെക്കാട്ടും കൂടുതൽ കൊറോസീവ് നേച്ചർ നമ്മുടെ വാട്ടറിലേക്ക് ഈ പറഞ്ഞ് അയൺ സോൾട്സ് പ്രൊവൈഡ് ചെയ്യും. Handling of iron salts require more skill, whereas no skill is required in handling alum. Iron saltsന്റെ കോയാഗുലൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എക്സ്പീരിയൻസ്ഡ് ലേബർ അല്ലെങ്കിൽ ആ രീതിയിൽ കുറച്ചുകൂടെ സ്കില്ല് വേണം, പക്ഷേ ആലത്തിന് അതിൻ്റെ ആവശ്യമില്ല. Unsatisfactory coagulation may result from the use of alum if sodium or potassium is present in water. അപ്പം കോയാഗുലേഷൻ്റെ ഒരു ഫുൾ ഒരു ഇത് എത്തിയാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്രയും നമ്മുടെ കോയാഗുലേഷൻ റിമൂവൽ ഓഫ് ദ ഫൈനലി ഫ്ലോക്ക് ഫോർമേഷൻ, അതായത് ഏറ്റവും കൂടുതൽ സസ്പെൻഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവണം. അപ്പോൾ ആ രീതിയിൽ വാട്ടറിനകത്ത് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം പ്രസന്റ് ആണെങ്കിൽ ആലം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അത്രയും കോയാഗുലേഷൻ കിട്ടില്ല വെൻ കമ്പയർഡ് വിത്ത് അയൺ സോൾട്സ് വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അയൺ സോൾട്സും ആലവും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാൻ പറ്റുന്നത്. ഇടയ്ക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ഇപ്പുറത്തെ പോയിന്റ്സ് എടുത്ത് എഴുതിയിട്ട് ഇത് കാണാൻ പഠിക്കാൻ നിവൃത്തിയില്ല, നിങ്ങൾ ഇതൊന്നും ചെയ്ത് പഠിക്കുന്നില്ല, പക്ഷേ ഇതൊന്നും ജസ്റ്റ് ഓർത്തിരിക്കുക. ഒരു മാക്സിമം ഒരു 7-8 പോയിന്റ് ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ഓക്കെ.